ഇവിടെ ഇപ്പോൾ ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി മെഷറിംഗ് 70 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി, അപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി ഈസ് ഈക്വൽ ടു 70. പിന്നെ ലൈൻ എ ബി എന്ന് പറയുമ്പോൾ ഒരറ്റം എയും മറ്റേ അറ്റം ബിയും ആയിരിക്കും. One end A, which is 15 mm in front of VP and 20 mm above SP. So we understood that the point capital letter A lies in the first quadrant, so that A dash will come above XY line and A will come below XY line. Similarly, the other end capital letter B is in 60 mm in front of VP and 50 mm above SP. So it is clear that B dash will come above XY line and B will come above XY line. So that is our answer. ഏകദേശം വരിക ഈ ഒരു മെത്തേഡിലാണ് വരിക. So intersection of VP and SP is the XY line. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കുന്നു. ഇത് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് ഒരു പോയിന്റ് ലെറ്റർ ബി. അപ്പോൾ ദിസ് ഈസ് 70, ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ 70 mm, ഹാസ് ഇറ്റ്സ് എൻഡ് 15 mm above SP, 15 mm above SP and 20 mm in front of VP. So this is 20 mm in front of VP. The other end capital letter B is 60 mm in front of VP, 60 mm in front of VP and 50 mm above SP. So this is the position of the observer. അപ്പോൾ നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ വന്നു ഇവിടെ പ്രൊജക്ട് ചെയ്തു, ദാറ്റ് ഈസ് എ ഡാഷ്. ക്യാപിറ്റൽ ലെറ്റർ ബി എന്നത് ഇവിടെ പ്രൊജക്ട് ചെയ്തു, ബി ഡാഷ്. ഇത് 20 ആണ്, ഇത് 60 ആണ്, 15 ആണ്, 50 ആണ്. സോ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ബോത്ത് എസ് പി ആൻഡ് വി പി പ്രോബ്ലം ആണ്. പക്ഷേ ടി ടി ഫൈൻ തന്നിട്ടില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ ലൈന് നമ്മൾ ബേസ്ഡ് അപ്പോൺ ദി ഗിവൺ ഡാറ്റാസ് നമ്മൾ ലൈൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ഇൻക്ലൈൻഡ് ബോത്ത് എസ് പി ആൻഡ് വി പി മെത്തേഡിലാണ് വരിക. നൗ യു ജസ്റ്റ് ജോയിൻ ഇറ്റ്. ഇതൊക്കെ ഒരു എ ഡാഷ് ബി ഡാഷ്, ഫ്രണ്ട് നോക്കി എ ഡാഷ് ബി ഡാഷ് വരച്ചു. ഇനി നേരെ മേലെ നോക്കുക ഈ ഒബ്സർവർ. അപ്പോൾ കിട്ടും ക്യാപിറ്റൽ ലൈൻ ഇവിടെ പ്രൊജക്ട് ചെയ്തു, ക്യാപിറ്റൽ ബിനെ ഇവിടെ പ്രൊജക്ട് ചെയ്തു, ഈ ലൈൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. സോ ദിസ് ഈസ് സ്മോൾ ലെറ്റർ എ ബി. സോ ദിസ് ഈസ് ദി ആംഗിൾ ബീറ്റ, ദിസ് ഈസ് ദി ആംഗിൾ ആൽഫ. നൗ ഹി കൈം ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇത് കാണില്ല, ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ടു 90 ഡിഗ്രി HP. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെ ഉണ്ടാവും ഇപ്പം കാണുമ്പോൾ? അതായത് ഇങ്ങനെ വരും. ദിസ് ഈസ് XY ലൈൻ. സോ ഈ 15 ഇവിടെ ഓൾറെഡി ഉണ്ടാവേ, മറന്നുപോയി 15, ഈ 20 ഇവിടെ ഉണ്ടാവും. സോ 15, ഇത് 20, ഇത് എ ഡാഷ്, ഇത് ബി ഡാഷ്, ഈ കാണുന്നത് എ, ദിസ് ഇസ് ബി, ബീറ്റ, ആൽഫ. സോ യു ജസ്റ്റ് റൊട്ടേറ്റ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് വിൽ കം ഇൻ എ സിംഗിൾ പ്ലെയിൻ അല്ലേ. ഇതേമാതിരി വരും. ഇത് ആൽഫ, ഇത് ബീറ്റ, എ ഡാഷ്, ബി ഡാഷ്, എ, ബി. അതാണ് ഫൈനൽ ആൻസർ. ഇനി നമുക്ക് നോക്കാം. ഒരു മറ്റേ ഇതിന് മുന്നത്തെ സെയിം മെത്തേഡാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം വേണം ഒരു ഇൻ്റർസെക്ഷൻ ഓഫ് വി പി ആൻഡ് എച്ച് പി ഈസ് ദി XY ലൈൻ ആദ്യം വരച്ചു. ഞാനിവിടെ വരയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം. ഈ റെഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് HB ആയിട്ട് മനസ്സിലാക്കി. റെഡിങ് HB, അതേമാതിരി ബ്ലാക്ക്, ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട്, ആൻഡ് ദിസ് ബ്ലൂ എന്ന് പറയുന്നത് 2H പെൻസിൽ, ദാറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് വിചാരിക്കും. HB, H, 2H. 2H മീൻസ് കൺസ്ട്രക്ഷൻ ലൈൻ, ബ്ലാക്ക് മീൻസ് റിസൾട്ട്, ദാറ്റ് ഈസ് H പെൻസിൽ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് വരയ്ക്കുമ്പോൾ ആദ്യം ഇൻ്റർസെക്ഷൻ ഓഫ് വി പി ആൻഡ് എച്ച് പി ഇസ് ദി XY ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ XY ലൈൻ വരച്ചു. പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ, പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ അത് വരച്ചു. എത്ര വരിക? 15 mm in front of VP and 20 mm above SP. So this is എന്താ പറയുക 20 A dash, A dash, A dash എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് എടുത്തു. So this is A dash. So what about its dimension?
എ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ എ എന്ന് പറഞ്ഞപ്പോൾ 30. So this is 15 mm in front of VP and 20 mm above SP. So this is mm above SP and 15 mm in front of VP. Okay. പിന്നെ എന്ത് ചെയ്യണം? പോയിന്റ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 60 mm in front of VP and 50 mm above SP ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു certain ഡിസ്റ്റൻസ് എവിടെയെങ്കിലായിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബി അങ്ങോട്ട് വരക്കാൻ പോവുകയാണ്. ഇത് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ എ, ഇത് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബി. പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ ബി ഡാഷും സ്മോൾ ലെറ്റർ ബി ഡാഷും സ്മോൾ ലെറ്റർ ബിയും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വേണം വരാൻ. അപ്പോൾ സ്മോൾ ലെറ്റർ എ ഡാഷും സ്മോൾ ലെറ്റർ എയും കിട്ടി. ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 60 mm in front of VP and 50 mm above SP. 50 mm above SP എന്ന് പറയുമ്പോൾ എവിടെ വരും? 20 ഏകദേശം ഇവിടെ. ഇതാണ് പിന്നെ ബി ഡാഷ്. അതേമാതിരി 50 mm above SP, sorry 60 mm in front of VP. So up to here, around. So this is B. The point capital B lies in the first quadrant, so B dash will come above XY line and B will come below XY line. Okay. Next ഞാൻ എന്ത് ചെയ്തു? ഈ ബി ഡാഷിൽ കൂടി ഒരു ലോക്കസ് ഇതിനെ വരച്ചു. ഇതിൽ കൂടി ലോക്കസ് വരച്ചു. നമുക്കറിയാം ബിയും B2 ഈ സ്ട്രെയിറ്റ് ലൈനിൽ വരും. ബി ഡാഷും B1 ഡാഷും ഈ കാണുന്ന ലൈനിൻ്റെ വില വരിക, അത് ഉറപ്പാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് പ്രൊജക്ടേഴ്സ് ഈസ് നോട്ട് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ. സോ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ഒരു അസ്യം ഒരു ലെങ്ത് ഇത്ര എടുത്തതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 50 ആണെങ്കിൽ ഇത് 16 ആയിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് നോട്ട് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മുടെ മറ്റേ മെത്തേഡ് പ്രകാരം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത്തും ഫൈയും എലിവേഷനാണ്, ട്രൂ ലെങ്ത്തും TTയും പ്ലാനാണ്. ഇവിടെ TT അറിയില്ല, ഫൈയും അറിയില്ല, എലിവേഷനും അറിയില്ല, പ്ലാനും അറിയില്ല. ആകെ അറിയുന്നത് ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് വല്ല കാര്യമുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഈ ലോക്കസ് വരച്ചു. ഇനി എ ഡാഷ് സെൻറ്റർ ആക്കിയിട്ട് 70 mm അതായത് 7 cm ലെങ്ത്തിൽ ഞാൻ ചെയ്യുന്നു ഒരു ആർക്ക് കോമ്പസിൽ കുത്തിയിട്ട് ഞാൻ ഒരു ആർക്ക് വരച്ചു. ജസ്റ്റ് ഇങ്ങനെ. സോ ഇതെന്തായിരിക്കും? എ ഡാഷ് എന്താണ് ട്രൂ ലെങ്ത് കിട്ടിയില്ലേ? B1 dash. Now this line is inclined to VP and parallel to SP ആണ് பார்ക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ദ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP ആണെന്ന് മനസ്സിലായി. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യണം ഇൻക്ലൈൻ ടു VP പാരലൽ ടു HP ആക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. സോ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എ ഡാഷ് ഇവിടെ വെച്ചിട്ടു ഈ ലോക്കസിൽ കട്ട് ചെയ്തല്ലോ. അപ്പം എന്ത് കിട്ടി? നമ്മുടെ എ ഡാഷ് B1 ഡാഷ് AB1 AB AB2 A dash B2 dash A dash B dash straight line arc ഓർമ്മയുണ്ടല്ലോ ഈ പ്രൊസീജിയർ. അപ്പോൾ A dash B1 dash വരച്ചു. പിന്നെ AB1 ഉറപ്പായിട്ട് പാരലൽ ടു XY ഓർമ്മയില്ലേ? സ്മോൾ ട്രൈ ഇവിടെ ഉള്ള അപ്പോൾ ഉറപ്പല്ലേ? ഇവിടെ ഒരു തിൻ ലൈൻ വരക്കുക, താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടി ഇവിടെ B1 കിട്ടി,
ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവേ, അത് ഞാൻ ഇത് അങ്ങനെ ഇത് എ ഡാഷ് ബി വൺ ഡാഷ്, ഇത് എ ബി വൺ. ഓക്കെ, ഇനി എ സെൻറ്റർ ആക്കിയിട്ട് ബി വൺ ഒരു ആർക്ക്, ഈ ആർക്കിന് എയുടെ എവിടെ വന്നു കട്ട് ചെയ്തു. അപ്പം എന്ത് കിട്ടി? എ ഡാഷ് ബി വൺ ഡാഷ് കഴിഞ്ഞു, എ ബി വൺ കഴിഞ്ഞു, എ ബി ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടി. സോ ദിസ് ഈസ് ദി പോയിന്റ് ബി. Now join AB. കിട്ടിയില്ലേ? അപ്പോൾ ഇതായി ഇതായി ഇതായി. പിന്നെ നമുക്കൊരു ബി ഡാഷും ബിയും ഓൾവേസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ ഈ ബി ഡാഷും ഈ ബി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ആണ്, ഒരു അസ്യൂം ലെങ്ത് ആണ്. പക്ഷേ ഇതല്ല, ഇത് റോങ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ലെങ്ത് വരച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ സക്സസ് ആക്കാൻ പറ്റിയത്. ഓക്കെ, നൗ ഫ്രം ദി പോയിന്റ് ബി ഡാഷ് എന്ത് ചെയ്യണം? ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ കേട്ടോ, നേരെ പോയിട്ട് ഡി ഇവിടെ കട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി പോയിന്റ് ബി ഡാഷ്. ഇതാണ് ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ബി ഡാഷ്. അപ്പം നമ്മൾ ഇതും കൂടെ റിമൂവ് ചെയ്യാം. ഇത് ശരിയല്ല. ഓക്കെ, ഇതെന്ത് ചെയ്യണം? ഈ എ ഡാഷിനെ ബി ഡാഷായിട്ട് ജോയിൻ ചെയ്യാം. സോ ദിസ് ഈസ് തീറ്റ, ദിസ് ഈസ് ദി ആംഗിൾ ആൽഫ. സിമിലർലി ഇത് തീറ്റ ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു മെഷർ ചെയ്യണം. ആ ആംഗിൾ എവിടെ എഴുതുന്നുണ്ട്? ആൽഫ ഈക്വൽ ടു ആ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂ ഇവിടെ എഴുതുക. സിമിലർലി ദിസ് ഇസ് ദി ആംഗിൾ ബീറ്റയുടെ വാല്യൂ മെഷർ ചെയ്യുക, അത് കണ്ടുപിടിക്കുക, ആ വാല്യൂ ഇത് വരിക. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ? ഇത് 3 കിട്ടി. ഇനി നമ്മൾ ഇത് 3 കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എ ഡാഷ് ബി ഡാഷും കിട്ടി. ഇനി എ ഡാഷ് ബി ടു ഡാഷ്, അത് ഓൾവേസ് പാരലൽ ടു എക്സ് വൈ ആണ്. അപ്പോൾ എ ഡാഷ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒരു ലൈനെ കൊണ്ട് നീട്ടി വരക്കുക. ഇതായിരിക്കും എ ഡാഷ് ബി ടു ഡാഷ് എന്ന് പറയുന്ന ലൈൻ ഇതായിരിക്കും. ഈ ലൈനിൻ്റെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ബി ടു ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. പക്ഷെ അത് എവിടെയാണെന്ന് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാം. നമുക്കറിയാം ബി യും ബി ടുവും ഈ ലോക്കസിൻ്റെ കാര്യം വരിക. അപ്പോൾ എ ബി ടു ദാറ്റ്സ് ഈക്വൽ ടു 2 ലെങ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടി നമുക്ക് എന്താ എ ബി ടു, എ ബി ടു, എ ബി ടു. സോ ദിസ് ഈസ് ദി ആംഗിൾ ഫൈ. എപ്പോഴും ചെറിയ ആംഗിൾ അകത്തും വലിയ ആംഗിൾ പുറത്തേക്ക് വേണം എഴുതാൻ കേട്ടോ. ഞാനിത് എഴുതി ശരിയല്ല. ഫൈ ആദ്യം എഴുതുക, എന്നിട്ട് വേണം ബീറ്റ എഴുതാൻ. ഇനിയിപ്പോൾ അങ്ങനെ ബീറ്റയാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ ഫൈ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം ബീറ്റ എഴുതാൻ. സോ ഫൈ, സോ ദിസ് ഈസ് ബീറ്റ. അപ്പോൾ എ ബി ടു കിട്ടി. ഇനി എ ഡാഷ് ബി ടു ഡാഷിലേക്ക് പോകാൻ വേണം സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഇവിടുന്ന് നേരെ പ്രൊജക്റ്റ് ചെയ്യാം. നേരെ മേലോട്ടേക്ക് വരുന്ന സമയത്ത് ഇതാ അവർ കട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി പോയിന്റ് ബി ടു ഡാഷ്. അപ്പോൾ അങ്ങനെ ഇതും ഇനി എ ഡാഷ് ബി ഡാഷ് അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെൻറ്ററായിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് എടുത്താലും അവിടെ ഇങ്ങോട്ടേക്ക് എടുത്താലും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഏറോ മാർക്ക് എ ഡാഷ് ബി വൺ ഡാഷ് താഴോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എ ബി ടു, ഇത് മുകളിലേക്ക്, ഇത് പിന്നെ ഇങ്ങോട്ടേക്ക്. Now you got everything. So based on this you can write everything. That is theta is equal to इतना degree, alpha equal to इतना degree, phi equal to this much degree, beta equal to इतना degree, a dash b dash is equal to elevation is equal to इतना millimeter, ab equal to plan equal to इतना millimeter, true length of the line capital letter ab is equal to 70 mm. ഇത്ര ആയാൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ലോജിക്ക് ഇവിടെ ശരിയാവില്ല. കാരണം ഇവിടെ നമുക്ക് ഏതെങ്കിലും 2 ഡാറ്റാസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇതൊന്നും തന്നിട്ടില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു അപ്രോച്ച് വേണം നമ്മൾ സ്വീകരിക്കുക. ഓരോ പ്രോബ്ലത്തിനും ഓരോ അപ്രോച്ച് ഉണ്ടാവും. എന്നാലും മാത്രമേ നമുക്കിത് സക്സസ്ഫുൾ ആക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയണ്ടേ, ആദ്യം ഒരു കൺവീനിയൻ്റ് ലെങ്ത്തിന് ബി ഡാഷ് ബി പഠിച്ചു. പക്ഷെ അത് ശരിയായിട്ടില്ല. ലോക്കസ് പഠിച്ചു. അപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടി. എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? തീറ്റ കിട്ടും. ആ തീറ്റേൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ട്രൂ ലെങ്ത്തും തീറ്റയും വെച്ചിട്ട് പ്ലാൻ കിട്ടും.
ഓക്കെ, പ്ലാൻ കിട്ടും. പിന്നെ പ്ലാൻ അവിടെ നിൽക്കട്ടെ. പിന്നെ അത് നമുക്ക് ഇവിടെ ഇത് കിട്ടി. ദെൻ യു ഡ്രോ വൺ ആർക്ക്. അപ്പോൾ ഇത് കട്ട് ചെയ്തു. കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ബി ഡാഷ് കിട്ടി. ദെൻ AB2 കിടക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ 5 കിട്ടി. ആ 5 ആണെങ്കിൽ ഇവിടെ ഇത് എങ്ങനെ വേണമെങ്കിലും അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ബ്രെയിന്, ആ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ള അപ്രോച്ച് അത് ഓരോ ആൾക്കാർക്ക് ഓരോ മെത്തേഡ് ആയിരിക്കും. എനിക്കിങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റൈലിൽ നിങ്ങൾക്ക് കിട്ടും. ഫൈനൽ ആൻസർ വിൽ ബി സെയിം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നേരെ ആർക്ക് വരച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരച്ചത്. നിങ്ങൾ ചിലപ്പോൾ ഈ ആർക്ക് വരക്കുന്നതിന് പകരം നിങ്ങൾ ലോക്കസിലേക്ക് AB2 വരച്ചിട്ട് 5 കണ്ടുപിടിച്ചിട്ട് 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ പോവായിരിക്കും. പക്ഷേ ആൻസർ വിൽ ബി സെയിം. ഓക്കെ, താങ്ക് യു.